ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറി പാർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ നമ്പർ ഓഫ് ഫോർവേഡ് പാത്സ് ഫോർ എ സിസ്റ്റം ബിറ്റ്വീൻ സോഴ്സ് നോഡ് ആൻഡ് ഔട്ട്പുട്ട് നോഡ് whose SFG signal flow graph is shown in figure. അപ്പൊ നമുക്ക് ഒരു സോഴ്സിനോടും ഔട്ട്പുട്ടിനോടും ഉള്ള സിസ്റ്റത്തിന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത്. നമുക്ക് എന്താണ് കാണേണ്ടത്? നമ്പർ ഓഫ് ഫോർവേഡ് പാത്സ് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോ സോഴ്സ് നോഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ സോഴ്സ് നോഡിന്റെ പ്രത്യേകത ഇതാണ്. സോഴ്സ് നോഡിലെ എല്ലാ ബ്രാഞ്ചസും എന്താണ്? ഔട്ട് ഗോയിങ് ബ്രാഞ്ചസ് ആണ്. അതേസമയം ഔട്ട്പുട്ട് നോഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാണ് ഔട്ട്പുട്ട് നോഡ്. ഔട്ട്പുട്ട് നോഡിലെ എല്ലാം എന്താണ്? ഇൻകമിങ് ആണ്, അല്ലെ? അപ്പോ ഔട്ട്പുട്ട് നോഡ് എന്ന് പറയുന്നത് ഇൻകമിങ് സിഗ്നൽസ് വെച്ചിട്ടുള്ളതും സോഴ്സ് നോഡ് എന്ന് പറയുന്നത് ഔട്ട് ഗോയിങ് സിഗ്നൽസ് വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ കേസിലുള്ള നമ്പർ ഓഫ് ഫോർവേഡ് പാത്സ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ ജസ്റ്റ് ഒരു പാത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാത്തിൽ കൂടെ വന്ന് ഈ നോഡിൽ കയറി ഇതിന് എങ്ങനെയൊക്കെ പോവാം? ഈ ഒരു ഡയറക്ഷനിൽ പോവാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ പോവാം, അല്ലെ? അല്ലെങ്കിൽ ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പോവാം. ഇതുപോലെ തന്നെ ഓരോ സോഴ്സ് നോഡിന്ന് വരുന്നതിനും മൂന്ന് പാത്ത് ഉണ്ടാവുമല്ലോ. അപ്പൊ അതായത് ഒരു ഔട്ട് ഗോയിങ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് 3 ഫോർവേഡ് പാത്സ് ആണ് ഉള്ളത്. എങ്ങോട്ട് എത്താനായിട്ട്? ഔട്ട്പുട്ട് നോഡ് റീച്ച് ചെയ്യാനായിട്ട്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ഇൻപുട്ട് നോഡ്സ് ആണ് സോഴ്സിലുള്ളത്. അപ്പോ ടോട്ടൽ എത്രയായിരിക്കും പാത്ത്? 3 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 9 ഫോർവേഡ് പാത്സ്. അപ്പൊ ഓപ്ഷൻ ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ ബി 9. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിന്റെ y/u, അതായത് ഇവിടെയാണ് ഇൻപുട്ട് y കൊടുത്തിട്ടുള്ളത്. ഔട്ട്പുട്ട് y ഇവിടെയാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആയിരിക്കും, വിച്ച് ഇസ് റെപ്രസെന്റഡ് ഹിയർ ആസ് y ഡിവൈഡഡ് ബൈ u. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉണ്ട്. സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉണ്ടെങ്കിൽ നമുക്ക് മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർവേഡ് പാത്ത് ഗെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫോർവേഡ് പാത്ത് ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏതൊക്കെ പാത്താ ഉള്ളത് നോക്കാം. u നേരിട്ട് y വരുന്ന ഒരു പാത്ത് ഉണ്ട്. അപ്പൊ അതിനെ പാത്ത് 1 എന്ന് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഗെയിൻ എന്താണ്? g1 അല്ലെ? p2 രണ്ടാമത്തെ പാത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ പോവാം? y ഇങ്ങനെ വന്ന് g3 കയറി g4 വഴി എവിടേക്ക് എത്താം? y എത്താം. അപ്പൊ അതാണ് പാത്ത് 2 എന്ന് പറയുന്നത്, വിച്ച് ഈസ് g2, g3, g4. ഇനി വല്ല പാത്തും നമുക്ക് അവൈലബിൾ ആണോ? അല്ല. അപ്പൊ 2 ഫോർവേഡ് പാത്ത് ആണുള്ളത്. രണ്ടിന്റെയും ഗെയിൻ നമ്മൾ ഒരുമിച്ച് എഴുതും ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് എന്താണ്? സിഗ്നൽ ഫ്ലോ ഗ്രാഫിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ലൂപ്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇൻഡിവിജ്വൽ ലൂപ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതൊരു ലൂപ്പാണ്, ഇതൊരു ലൂപ്പാണ്. ഇനി ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോ ഒരു ലൂപ്പ് L1 എന്ന് ഞാൻ നമ്പർ ചെയ്യാണ്. L1 ഇസ് ഈക്വൽ ടു ഇതാണെന്ന് വിചാരിക്കാം. ഇതാണ് ഫസ്റ്റ് ലൂപ്പ് എടുക്കുന്നത്, ഇത് സെക്കൻഡ് ലൂപ്പ് ആണെന്ന് വിചാരിക്കാം. അപ്പോ ഇൻഡിവിജ്വൽ ലൂപ്സില് L1 എന്ന് പറയുന്ന ലൂപ്പിന്റെ ഗെയിൻ എന്താ വരുന്നത്? ഇൻഡിവിജ്വൽ ലൂപ്പിന്റെ ഗെയിൻ G1 H1 ആണ് വരുന്നത്, അല്ലെ? L2 എന്ന് പറയുന്നതിന്റെ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് G3 H2 അല്ലേ വരുന്നത്? ഇവിടെ G3, ഇവിടെ H2. അപ്പൊ G3 H2 ആണ് വരുന്നത്. ഇനി വല്ല ലൂപ്പ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇനി ഫോം ചെയ്യുന്ന ലൂപ്പ് എന്ന് പറയുന്നത് ഇതിൽ കൂടെ വന്ന് ഇതിൽ കൂടെ കയറി ഇങ്ങനെ ഒരു ലൂപ്പ് ഫോം ചെയ്യാൻ പറ്റില്ലേ?
അതാണ് മൂന്നാമത്തെ ലൂപ്പ്. അപ്പൊ അതിന്റെ ഗെയിൻ എന്തായിരിക്കും? L3 വിൽ ബി ഈക്വൽ ടു ഏതൊക്കെ ഗെയിൻ ആണ് വരുന്നത്? G2 വരുന്നുണ്ട്, G3 വരുന്നുണ്ട്, G4 വരുന്നുണ്ട്, ഒപ്പം വരുന്നത് ഏതാണ്? H1. അപ്പോ 3 ഇൻഡിവിജ്വൽ ലൂപ്സ് ആണ്. ഇനി വേറെ ലൂപ്സ് ഉണ്ടോ? ഇല്ല, നമുക്ക് വേറെ ലൂപ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പൊ 3 ഇൻഡിവിജ്വൽ ലൂപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കുക. നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കേസിൽ എന്തായിരിക്കും? ലൂപ്പ് 1ഉം ലൂപ്പ് 2ഉം നോൺ ടച്ചിങ് അല്ലേ? ബാക്കി വേറെ നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ L1ന്റെയും L2ന്റെയും പ്രൊഡക്റ്റ് ആണ് എടുക്കുക. L1 എന്ന് പറയുന്നത് എന്താണ്? G1 × H1 ആണ്. L2 എന്ന് പറയുന്നത് G3 × H2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? L1 L2ന്റെ വാല്യൂ G1 G3 H1 H2. അതിനൊന്ന് ഓർഡർ ആക്കി എഴുതിയെന്നേ ഉള്ളൂ, അത് കിട്ടി. ഓക്കെ, അപ്പൊ നോൺ ടച്ചിങ് ലൂപ്സിന്റെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? ഡെൽറ്റയുടെ വാല്യൂ ആണ്. ഡെൽറ്റ മേസൺസ് ഗെയിൻ ഫോർമുലയിൽ നമുക്കറിയാം. മേസൺസ് ഗെയിൻ ഫോർമുലയിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ പി ഐ ഡെൽറ്റ ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ. ഇതിലത്തെ ഡെൽറ്റ എന്ന് പറയുന്ന ടേം ആണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ഡെൽറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 മൈനസ് സം ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ഓരോന്നായിട്ട് എടുത്ത് എഴുതുക. G1 H1 പ്ലസ് G3 H2 പ്ലസ് G2 G3 G4 H1. 3 ലൂപ്പാണല്ലോ ഉള്ളത്. പ്ലസ് എന്താണ്? പ്ലസ് അടുത്തത് പറഞ്ഞ എന്താണ്? നോൺ ടച്ചിങ് ലൂപ്സിന്റെ ഗെയിനുകൾ തമ്മിലുള്ളതാണ്. അതായത് അതിവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? G1 G3 H1 H2 ആണ് വരുന്നത്. G1 G3 H1 H2 ആണ് എന്ത് വരുന്നത്? നോൺ ടച്ചിങ് ലൂപ്സിന്റെ തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വരുന്നത്, ഗെയിൻസ് തമ്മിലുള്ള പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വരുന്നത്. അത് ഇതുമായിട്ട് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 3 നോൺ ടച്ചിങ് ലൂപ്സ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ വരുന്നില്ല, കാരണം വേറെ നമുക്ക് നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഒന്നും അവൈലബിൾ അല്ല. ആകെ ഒരെണ്ണം ഉണ്ടായിരുന്നു, നമ്മളിപ്പോ എഴുതി. അപ്പോ ഈ ഒരു ടേം ആണ് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റ 1 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കണം. ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? നമ്മുടെ ഡെൽറ്റയുടെ ഇക്വേഷനിൽ വരുന്ന പോലെ തന്നെ 1 മൈനസ് ഇവിടുത്തെ ലൂപ്പ് ഏതാണ്? സെക്കൻഡ് ലൂപ്പ് ഇതിനെ ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോ ആ ഗെയിൻ എഴുതാം. G3 H2. നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നും എടുക്കാനില്ല. അപ്പൊ ഡെൽറ്റ 1ന്റെ വാല്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഡെൽറ്റ 2 ഇസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ 2 എന്ന് പറയുമ്പോൾ പാത്ത് 2നെ ടച്ച് ചെയ്യാതെ വരുന്ന ലൂപ്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ സിംപ്ലി 1 എന്ന് എഴുതാം. നമുക്ക് ഡെൽറ്റ 2 ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്ത് എഴുതുകയാണെങ്കിൽ എന്ത് വരും? ഫോർവേഡ് പാത്ത് 1ന്റെ ഗെയിൻ P1 G1 ആണ് അതിന്റെ വാല്യൂ ഇൻറ്റു ഡെൽറ്റ 1 ഇപ്പൊ തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. 1 മൈനസ് G3 H2 ആണ്. പ്ലസ് P2ന്റെ വാല്യൂ നമുക്കറിയാം. G2 G3 G4 ഇൻറ്റു ഡെൽറ്റ 2ന്റെ വാല്യൂ 1 ആണ്. ഡിവൈഡഡ് ബൈ 1 മൈനസ് G1 H1 മൈനസ് G3 H2 മൈനസ് G2 G3 G4 H1 പ്ലസ് G1 G3 H1 H2 ആയിരിക്കും. നമ്മള് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു G1 മൈനസ് G1 G3 H2 പ്ലസ് G2 G3 G4 ആണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ എന്താണ്? 1 മൈനസ് G1 H1 മൈനസ് G3 H2 മൈനസ് G2 G3 G4 H1 പ്ലസ് G1 G3 H1 H2. അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? ഈസി അല്ലേ? നമ്മുടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് നമ്മൾ പഠിച്ചിരുന്നപ്പോൾ മേസൺസ് ഗെയിൻ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള സിഗ്നൽ ഫ്ലോ ഗ്രാഫിനെ അനലൈസ് ചെയ്ത് നമുക്ക്
എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിട്ടുള്ളത്? നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെന്റേഷൻ ആണ് തന്നിട്ടുള്ളത്. ആർ ഓഫ് എസ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് വരുന്നു, ഒരു സമ്മിങ് പോയിന്റിലേക്ക് കയറിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഒരു ഗെയിൻ ഉണ്ട്, ഇവിടെ വേറൊരു ഗെയിൻ കാണിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സമ്മിങ് പോയിന്റ് ഉണ്ട്, ഇവിടെ നിന്ന് ഒരു ടേക്ക് ഓഫ് പോയിന്റ് വന്നിട്ട് G3 കൂടെ കയറിയിട്ട് അവിടുത്തെ സമ്മിങ് പോയിന്റിലേക്ക് പ്ലസിലേക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫീഡ്ബാക്ക് കാണുന്നുണ്ട്, എച്ച് വെച്ചിട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് കാണിച്ചിട്ടുള്ളത്. നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെന്ന് മനസ്സിലായി. നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എപ്പോഴും സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എടുത്തിട്ട് സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എടുത്ത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഡയഗ്രത്തിനെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് നോക്കാം. ഈ ഒരു ഇൻപുട്ട് നോഡിന് 1 എന്ന് കൊടുക്കാം. ഈ സമ്മിങ് പോയിന്റും ടേക്ക് ഓഫ് പോയിന്റും കൂടിയിട്ടുള്ള ഈ ഒരു നോഡിന് സെക്കൻഡ് നോഡിന് നമ്പർ കൊടുക്കാം. ഈ ടേക്ക് ഓഫ് പോയിന്റിന് 3 എന്ന് കൊടുക്കാം. ഈ സമ്മിങ് പോയിന്റിന് 4 എന്ന് കൊടുക്കാം. ഔട്ട്പുട്ട് നോഡിന് 5 എന്നും കൊടുക്കാം. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് ഡയഗ്രത്തിനെ നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും? 1 to 2 വേറെ ഗെയിൻ ഒന്നുമില്ല, വിച്ച് ഇംപ്ലൈസ് there will be only gain of 1. അപ്പൊ ഇവിടെ സിംപ്ലി 1 ആണ് ഉണ്ടാവുക. 2 to 3 നോക്കുകയാണെങ്കിൽ എന്ത് വരുന്നുണ്ട്? G1 എന്ന് പറയുന്ന ഗെയിൻ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡയറക്ഷന്റെ ഒപ്പം G1ന്റെ ഗെയിനും കൂടെ മാർക്ക് ചെയ്തു. അതിനുശേഷം 3 എന്ന് പറയുന്ന നോഡിൽ നിന്ന് 4 എന്ന് പറയുന്ന നോഡിലേക്ക് ആരുണ്ട്? G2 പ്രസന്റ് ആണ്. 4 to 5 പിന്നെ വീണ്ടും എന്താണ്? 1 ആണ്. സിംപ്ലി 1 ആണ് ഔട്ട്പുട്ട് നോഡിലേക്ക് വരുമ്പോൾ. കറക്റ്റ് അല്ലേ? നമുക്ക് സെക്കൻഡ് നോഡിലേക്ക് വരുന്ന ഫീഡ്ബാക്ക് ആദ്യം റെപ്രസെന്റ് ചെയ്യാം. ഈ ഒരു ലൂപ്പ് അല്ലെ, ഈ ഒരു ലൂപ്പ് എന്ന് പറയുമ്പോൾ 2ന്റെയും 3ന്റെ ഇടയിലാണ് വരുന്നത്. മാർക്ക്ഡ് ഫ്രം 3 to 2. അപ്പൊ ഇങ്ങനെയാണ് ആരോ വരിക. മൈനസിലേക്ക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ഗെയിൻ -H ആണ് കാണിക്കേണ്ടത്. അതേസമയം 2 to 4 വരുന്ന ആണെങ്കിൽ 2 to 4 ആണ് ഡയറക്ഷൻ വരുന്നത്. 2 to 4 ആണ്. അതിന്റെ ഗെയിൻ എന്താണ് വരുന്നത്? G3 ആണ്, പ്ലസിലേക്കാണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? നേരത്തെ എങ്ങനെയാണോ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ട് നമ്മളിത് സോൾവ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റ് നമുക്ക് ഫോർവേഡ് പാത്സ് നോക്കാം. അതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്ന് എന്ന് പറയുന്നത് P1 = G1 G2. നേരെയാണ് പോകുന്നതെങ്കിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് പോവുക, ഇൻപുട്ട് നോഡിൽ നിന്ന് ഔട്ട്പുട്ട് നോഡിലേക്ക്. അല്ലെങ്കിലുള്ള വേറെ വഴി എന്താണ്? ഈ G3 കൂടെ കയറി ഇറങ്ങി പോവുക അല്ലെ. അപ്പൊ P2 എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? G3 ആയിട്ട് എടുത്തൂടെ? ഓക്കെ, അപ്പോ P1 കിട്ടി, P2 കിട്ടി. ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് കാണുന്നതാണ്. ഇവിടെ ആകെ കൂടെ ഒരു ലൂപ്പേ ഉള്ളൂ അല്ലെ. അതിന്റെ ലൂപ്പ് ഗെയിൻ എടുത്ത് എഴുതുക. L1 = -G1H. കറക്റ്റ് അല്ലേ? അപ്പോ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. വേറെ ലൂപ്സ് ഒന്നുമില്ല. അപ്പൊ 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ കൺസെപ്റ്റ് വരും. അപ്പൊ തേർഡ് സ്റ്റെപ്പ് ഇല്ല, ആകെ കൂടെ ഒരു ലൂപ്പ് മാത്രമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫോർത്ത് സ്റ്റെപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെൽറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡെൽറ്റ = എന്താണ്? 1 - ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ്. ഇവിടെ ഇതാണ് -G1H ആണ് കേട്ടോ. പിന്നെ പിന്നെ ബാക്കി ഇക്വേഷനിൽ വരുന്നത് 2 നോൺ ടച്ചിങ് ലൂപ്സും 3 നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ആണ്. അപ്പൊ ഡെൽറ്റ വിൽ ബി സിംപ്ലി 1 + G1H ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് Δ1 ഉം Δ2 ആണ്. Δ1 നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സിംപ്ലി ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ഒരു പാത്ത് ആയതുകൊണ്ട് Δ1 will be equal to 1. 1 എന്നൊന്നും മൈനസ് ചെയ്യാനില്ല. ഓക്കെ, പിന്നെ Δ2ന്റെ കേസിൽ എടുക്കുകയാണെങ്കിലും വേറെ നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഒന്നും വരുന്നില്ല. അപ്പോ ഇവിടെ എന്ത് വരും? Δ2 will be also simply 1. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇതായിരുന്നു നമ്മുടെ ഫിഫ്ത്ത് സ്റ്റെപ്പ്. സിക്സ്ത് സ്റ്റെപ്പായിട്ട് നമുക്ക് എന്ത് എഴുതാം? ട്രാൻസ്ഫർ ഫംഗ്ഷൻ = ഒരു കറക്ഷൻ ഉണ്ട്, G1 G2 ആണ്. ഇതിനെ 1 ആക്കുന്നുണ്ട് ഞാൻ. ഓക്കെ,
അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ്? P1 which is equal to G1 into G2 into delta 1 plus G3 into P2 into delta 2, simply 1 divided by delta 1 plus G1H, which will be equal to G1 G2 plus G3 divided by 1 plus G1H ആണ് വരിക. ആ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വെച്ചിട്ട് ഈസിലി സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ബ്ലോക്ക് ഡയഗ്രാം റിഡക്ഷനേക്കാളും കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആണ്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ടെങ്കിലും അത്ര അധികം വട്ടം കറക്കുന്ന സ്റ്റെപ്സ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്കിത് ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വന്നിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ആദ്യം നമുക്ക് വേണമെങ്കിൽ നോഡിനെ നമ്പർ ചെയ്യണമെങ്കിൽ നമ്പർ ചെയ്യാം കേട്ടോ. 1 2 3 4 5 6 and 7. ഇവിടുത്തെ ഫോർവേഡ് പാത്ത് ഏതാണ് വരുന്നത്? ഈ ഒരു ഒറ്റ ഫോർവേഡ് പാത്ത് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അതായത് ഫോർവേഡ് പാത്ത് ഗെയിൻ P1 is equal to, ഇനിയെല്ലാം ഞാൻ ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നുള്ളൂ, വീണ്ടും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നൊന്നുമില്ല. അപ്പോൾ ഫോർവേഡ് പാത്ത് ഇവിടെ ആകെ കൂടി ഒരെണ്ണുള്ളത് P1ന്റെ വാല്യൂ എന്തായിരിക്കും? അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് G1 G2 G3 G4, ഈ 4 ഗെയിൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തായിരിക്കും. നേരെ പോകുന്നതല്ലേ ഇൻപുട്ട് നോഡിൽ നിന്ന് ഔട്ട്പുട്ട് നോഡിലേക്ക്. അപ്പോൾ അതിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഡെൽറ്റ 1 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്ത ലൂപ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ സിംപ്ലി 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് എഴുതി. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് എന്താണ്? ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് കാണുന്നതാണ്. ഇവിടെ എത്ര ലൂപ്പ് ഉണ്ട്? 1 2 and 3. അപ്പോൾ നമുക്ക് ഓരോന്നിന്റെയും കേസിൽ എഴുതാം. L1 is equal to എന്താണ്? G2 G3 minus H2 ആണ്. അപ്പൊ മൈനസ് G2 G3 H2. സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? G3 G4 H1. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ടാണ് സിംപ്ലി H1 എന്ന് എടുത്തിട്ടുള്ളത്. L3 എന്ന് പറയുന്നത് തേർഡ് ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? G1 G2 G3 G4 ഇൻറ്റു മൈനസ് H3. അപ്പൊ ആ മൈനസിനെ നമ്മൾ ഫ്രണ്ടിൽ ഇട്ടു. ഓക്കെ, അപ്പൊ 3 ലൂപ്പാണ് വരുന്നത്. ഇനി നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഉണ്ടോ നോക്കൂ. എല്ലാം ടച്ചിങ് ലൂപ്സ് ആണ്. നോൺ ടച്ചിങ് ആയിട്ടുള്ള ലൂപ്സ് ഒന്നുമില്ല. അപ്പൊ തേർഡ് സ്റ്റെപ്പ് എന്താണ്? നോ ആണ്. അതായത് നോൺ ടച്ചിങ് ലൂപ്സ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക? ഡെൽറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാണ്. 1 മൈനസ് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് G2 G3 H2 പ്ലസ് G3 G4 H1 മൈനസ് G1 G2 G3 G4 H3 അല്ലേ? ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് പോകാലോ. ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഡെൽറ്റ വൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആകെ ഒരു ഫോർവേഡ് പാത്ത് ഉള്ളതുകൊണ്ട് ഡെൽറ്റ 1 മാത്രമേ ഉള്ളൂ. അത് ആണെങ്കിൽ ഒന്നും നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 വന്നു. ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചൂടെ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു P1 ഇൻറ്റു ഡെൽറ്റ 1 മാത്രമേ ഉള്ളൂ. അതായത് G1 G2 G3 G4 ഡിവൈഡഡ് ബൈ 1 പ്ലസ് G2 G3 H2 മൈനസ് G3 G4 H1 പ്ലസ് G1 G2 G3 G4 H3. ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരിക. ഈസി അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നേരത്തെ പോലെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം? സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ? ഫസ്റ്റ് നോഡ് ഇൻപുട്ട് നോഡ് ഇതാണ്. സെക്കൻഡ് നോഡ് എന്ന് പറയുന്നത് ഈ സമ്മിങ് പോയിന്റ് ആണ്. തേർഡ് നോഡ് എന്ന് പറയുന്നത് ഇതാണ്. ഫോർത്ത് എന്ന് പറയുന്നത് ഈ ടേക്ക് ഓഫ് പോയിന്റ് ആണ്. ഫിഫ്ത്ത് എന്ന് പറയുന്നത് ഈ സമ്മിങ് പോയിന്റ് ആണ്. സിക്സ്ത് എന്ന് പറയുന്നത് ഈ നോഡാണ്. ഔട്ട്പുട്ട് നോഡിനെയാണ് നമ്മൾ 7 എന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നോട്ട്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ വരുന്നത്. ഇനി ഇതിനെ നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് മാറ്റുകയാണെങ്കിൽ
ഇവിടെ താഴെ വരയ്ക്കാം കേട്ടോ. സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെ വരും? 1 നിന്ന് 2ലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ പെർട്ടിക്കുലർലി ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സിംപ്ലി 1 എഴുതാൻ പറ്റും. 2 to 3 ഗെയിൻ വരുന്നുണ്ട്, G1 ആണ്. G1 മാർക്ക് ചെയ്തു, അതിന്റെ ഡയറക്ഷനും മാർക്ക് ചെയ്തു. 3 to 4ന്റെ ഉള്ളില് ആര് വരുന്നുണ്ട്? G2 വരുന്നുണ്ട്. അപ്പോൾ സിംപ്ലി നമുക്ക് G2 ഡയറക്ഷനും വെച്ച് മാർക്ക് ചെയ്യാം. 4th നോഡ് മാർക്ക് ചെയ്തു. 4ൽ നിന്ന് 5ലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് വരുന്നുണ്ടാവുക? ഗെയിൻ എന്ന് പറയുന്നത് G3 plus G4 അല്ലേ? സമ്മിങ് പോയിന്റിലേക്ക് അല്ലേ കൊടുത്തിട്ടുള്ളത്? അപ്പൊ നമുക്ക് അതിന്റെ ഡയറക്ഷൻ ഇതും G3 plus G4 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗെയിൻ എന്നും നമുക്ക് എഴുതാം. ഓക്കെ, G3 plus G4 വന്നതിന് ശേഷം 5th നോഡിലെത്തി. 5th നോഡിൽ നിന്ന് G5 വന്നിട്ടാണ് 6th നോഡിലേക്ക് എത്തുന്നത്. 6th നോഡിൽ നിന്ന് 7th നോഡിലേക്ക് എന്താണ്? ഒന്നുമില്ല, സിംപ്ലി 1 അല്ലെ? ഇനി നമുക്ക് ഫീഡ്ബാക്ക് ലൂപ്സ്, ഇനി ലൂപ്സുകൾ വരയ്ക്കാം. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം 4 to 3 H1 പോകുന്നുണ്ട്, അത് നെഗറ്റീവിലേക്കാണ് പോകുന്നത്. അപ്പൊ 4 to 3 വരച്ചു, -H1 എഴുതി. നെക്സ്റ്റ് 6 to 5 -H2 പോകുന്നുണ്ട്. 6 to 5 ആണ് ഇതിന്റെ ഡയറക്ഷൻ തന്നിട്ടുള്ളത്. അപ്പൊ സിംപ്ലി -H2 ഇങ്ങനെ എഴുതാം അല്ലെ? ഇനി ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ? 6 to 2 ഒരു ലൂപ്പും കൂടെ ഉണ്ട് അല്ലെ? -1 ആണ് അതിന്റെ ഗെയിൻ വരുന്നത്. ഓക്കെ, അപ്പൊ സിംപ്ലി ഇതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പോലെ ട്രാൻസ്ഫർ ഫംഗ്ഷനിലേക്ക് എത്താൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർവേഡ് പാത്ത് ഗെയിൻ കാണുക. ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ആകെ കൂടെ ഈ ഒരു ഫോർവേഡ് പാത്ത് മാത്രമേ ഉള്ളൂ. അതായത് P1 is equal to G1, G2, G3 plus G4, G5. കറക്റ്റ് അല്ലേ? അതിന്റെ എല്ലാ ഗെയിൻസും മൾട്ടിപ്ലൈ ചെയ്താണ്. Δ1 കൈയോടെ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. Δ1 5th സ്റ്റെപ്പ് ആണ് ആക്ച്വലി. അത് നമ്മൾ കൈയോടെ കണ്ടുപിടിച്ച് വെക്കുന്നു എന്നുള്ളത്. നോൺ ടച്ചിങ് ലൂപ്സ് ഒന്നുമില്ല. അപ്പൊ സിംപ്ലി 1 ആണ് വരിക. ഓക്കെ, പിന്നെ അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ആണ്. ഏതൊക്കെ ലൂപ്പ് ഉണ്ട്? L1 എന്ന് പറയുന്നത് -G2 H1 ഈക്വൽ ആണ്. L2 എന്ന് പറയുന്നത് -G5 H2 ഈക്വൽ ആണ്. ലൂപ്പ് നോക്കി പോണേ. ഇത് 1, ഇത് 2. തേർഡ് ലൂപ്പിന്റെ ഗെയിൻ എന്താണ് വരുന്നത്? നമുക്ക് L3 is equal to G1, G2, G3 plus G4 into G5. ഇതിനൊരു ഇൻറ്റു -1 ഉള്ളതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് ഫ്രണ്ടിൽ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് കിട്ടിയത്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കലാണ്. നോൺ ടച്ചിങ് ലൂപ്സ് ഈ 1ഉം 2ഉം ലൂപ്പ് നോൺ ടച്ചിങ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ സെറ്റ് ഉള്ളതുകൊണ്ട് തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? L1, L2 എന്ന് എഴുതാം. 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ ഗെയിനുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ G2, G5, H1, H2 വരും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡെൽറ്റ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ഇൻഡിവിജ്വൽ ഗെയിൻ. അത് നമ്മൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആക്കിയിട്ട് എഴുതാണ് കേട്ടോ കൈയോടെ. അപ്പോൾ 1 പ്ലസ് G2 H1 പ്ലസ് G5 H2 പ്ലസ് G1 G2 G3 പ്ലസ് G4 into G5 പ്ലസ് ഒരു 2 നോൺ ടച്ചിങ് ലൂപ്സിന്റെ ഇവിടെ കണ്ടുപിടിച്ചിട്ടുള്ള പ്രൊഡക്റ്റും കൂടെ വരും അല്ലെ? L1, L2ന്റെ വാല്യൂ കൂടെ വരും. അപ്പൊ ഇവിടെ എന്താണ് വരിക? G2, G5, H1, H2. അപ്പൊ ഡെൽറ്റയുടെ വാല്യൂ കിട്ടി. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുകൂടെ എടുത്തത്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെയാണ്? 5th സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തു. 6th സ്റ്റെപ്പിലാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുന്നത്. ഇപ്പൊ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുത്ത് എഴുതുകയാണെങ്കിൽ വരുന്ന ആൻസർ എന്ന് പറയുന്നത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു G1, G2, G3, G5 പ്ലസ് G3 പ്ലസ് G4 എന്നുള്ളത് 2 ടേം ആക്കിയിട്ട് എഴുതുന്നതാണ് കേട്ടോ.
G1, G2, G4, G5 divided by 1 plus G2 H1 plus G5 H2 plus loop 3 യുടെ G1, G2, G3 plus G4 into G5 plus എന്ത് വരും G2, G5, H1, H2 കൂടെ വരും. അപ്പൊ ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുക. ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. G of S is equal to 1 by S into S plus 2. ഓക്കെ, യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, വിച്ച് ഇംപ്ലൈസ് H of S is equal to 1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിന്റെ പോൾസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആദ്യം കണ്ടുപിടിക്കണം. ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? G of S into H of S ഡിവൈഡഡ് ബൈ 1 plus G of S H of S ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തിയറി ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത ഫോർമുലയാണ്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ. 1 by S into S plus 2 into 1 divided by 1 divided by S into S plus 2 plus 1. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സിംപ്ലി 1 divided by S into S plus 2 plus 1 അല്ലേ? അപ്പൊ സിംപ്ലി എന്തായിരിക്കും? 1 divided by S square plus 2S plus 1 ആണ് വരിക. നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? പോൾസ് ആണ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. പോൾസ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കുക, വിച്ച് ഇംപ്ലൈസ് S square plus 2S plus 1 is equal to 0. അതിന്റെ റൂട്ട്സ് എങ്ങനെ കാണുക? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC by 2A വെച്ചിട്ട് കാണുക. സിംപ്ലി -1 ആണ് വരിക. അതായത് എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ചെയ്യുന്നതല്ലേ ഇത്. അപ്പോൾ 1 by S plus 1 ഹോൾ സ്ക്വയർ നമുക്ക് എഴുതാലോ. അതായത് പോൾസ് എവിടെയാണ്? -1ൽ രണ്ടെണ്ണം. ഓപ്ഷൻ സി, -1, -1. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫോർവേഡ് പാത്ത് എഴുതുക. ഏതാണ്? ഒറ്റ പാത്തേ ഉള്ളൂ, G1, G2, G3, G4. അപ്പൊ P1 is equal to എന്ന് എഴുതിയിട്ട് എനിക്ക് എന്ത് എഴുതാം? G1, G2, G3, G4 ആണെന്ന് എഴുതാം. ഡെൽറ്റ 1 എന്തായിരിക്കും? ടച്ച് ചെയ്യാത്ത വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പൊ സിംപ്ലി 1 ആയിരിക്കും. അത് ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണ് കേട്ടോ. അത് ഇതിന്റെ ഒപ്പം ഡയറക്റ്റ് ചെയ്തു പോകുന്നേ ഉള്ളൂ നമ്മള്. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ആണ്. ഇൻഡിവിജ്വൽ ലൂപ്സ് ഏതൊക്കെ വരുന്നുണ്ട്? L1 which is this one, അതിന്റെ എന്താണ്? -G4, L2 this one, -G3, G4 വരും അല്ലെ. നെക്സ്റ്റ് L3 എന്ന് പറയുന്നത് this one, L3 is equal to എന്ത് വരും? -G2, G3, G4 അല്ലെ. പിന്നെ ഒരു ലൂപ്പും കൂടി ഉണ്ട്. ഏതാണത്? L4, ഈ കാണുന്ന ചെറിയ ലൂപ്പ്. അതിന്റെ ഗെയിൻ എന്താണ് വരുന്നത്? -1 മാത്രമാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? തേർഡ് സ്റ്റെപ്പില് നോൺ ടച്ചിങ് ലൂപ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ലൂപ്പും ഈ രണ്ട് ലൂപ്പുകളും തമ്മിലുള്ള കോമ്പിനേഷൻ മാത്രമാണ് നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടാവുക അല്ലെ. അതായത് L1, L4 എന്നുള്ള ടേമും ഉണ്ടായിരിക്കും, L2, L4 എന്നുള്ള ടേമും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന്റെ വാല്യൂ കൂടെ നമുക്ക് കണ്ടുപിടിച്ച് വെക്കാം. L1, L4 എന്ന് പറയുമ്പോൾ G4 ആണ് വരുന്നത്. L2, L4 എന്ന് പറയുമ്പോൾ G3, G4 ആണ് വരുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ഡെൽറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 - G4 - G3, G4 - G2, G3, G4
minus 1 plus G4 plus G3 G4 എന്ന് എഴുതാം അല്ലേ? നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു എന്താണ്, മുകളിലെ G1 G2 G3 G4 ഡിവൈഡഡ് ബൈ, നമുക്ക് മൈനസ് ഉള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം എഴുതുമ്പോൾ 1 പ്ലസ് G4 പ്ലസ് G3 G4 പ്ലസ് G2 G3 G4 plus 1 plus G4 plus G3 G4, which will be equal to G1 G2 G3 G4 divided by 1 plus 1 is equal to 2 plus G4 plus G4 ഉണ്ട് 2G4 plus G3 G4 രണ്ടെണ്ണം 2G3 G4 പ്ലസ് ബാക്കി റിമൈനിങ് വരുന്ന ഏതാണ്, G2 G3 G4. സിംപ്ലി ഇതായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം ആണ് തന്നിട്ടുള്ളത്. ഇവിടെ ഇന്റഗ്രേറ്റർ എന്ന് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്റഗ്രേറ്ററിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ 1/s ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കിനി നോട്ട്സ് മാർക്ക് ചെയ്യാം. 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്നൽ ഫ്ലോ ഗ്രാഫിലേക്ക് കൺവേർട്ട് ചെയ്യല്ലേ. അപ്പൊ എന്ത് വരും, 1 to 2 1 ആണ്, അഗെയിൻ 2 to 3 എന്താണ് വരുന്നത്, 1/s ആണ്, 3 to 4 G(s) ആണ്, പിന്നെ എന്താണുള്ളത് 3 to 2 മൈനസ് ആണ്, നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്, ഇവിടെ മൈനസിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പൊ -2 എന്ന് എഴുതാം അല്ലെ. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ മേസൺസ് ഗെയിൻ ഫോർമുല വെച്ച് സോൾവ് ചെയ്യാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് പാത്ത് ഗെയിൻ കണ്ടുപിടിക്കലാണ്. ഫോർവേഡ് പാത്ത് ഗെയിൻ ആകെ ഒന്നേ ഉള്ളൂ, P1 is equal to G(s) into 1/s, which is simply ഞാൻ G(s) divided by s എന്നായിരുന്നു. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് കണ്ടുപിടിക്കുന്നതാണ്. ഇവിടെ ആകെ കൂടെ ഒരു ലൂപ്പേ ഉള്ളൂ. ആ ലൂപ്പിന്റെ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, L1 is equal to -2/s അല്ലേ വരിക, -2 into 1/s വരും അല്ലെ. 1/s into -2 which is equal to -2/s വന്നു. Δ1 നമുക്ക് കൈയോടെ കണ്ടുപിടിച്ച് വെക്കാം. ഫിഫ്ത്ത് സ്റ്റെപ്പ് ആണ് ആക്ച്വലി, പക്ഷെ നമുക്ക് കൈയോടെ കണ്ടുപിടിച്ച് വെക്കാം. Δ1 വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ 1 തന്നെയാണ് വരിക സിംപ്ലി. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ, ആകെ കൂടി ഒരു ലൂപ്പേ ഉള്ളൂ. അപ്പൊ നോൺ ടച്ചിങ് ലൂപ്പിന്റെ സ്റ്റെപ്പ് വരുന്നുണ്ടോ, ഇല്ല. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കലാണ്. ഡെൽറ്റ is equal to 1 minus ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ -2 divided by s, which is equal to 1 plus 2/s എന്ന് എഴുതാം നമുക്ക് അല്ലെ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവുക, ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, Δ1 കണ്ടുപിടിക്കല്. സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതലാണ്, വിച്ച് ഇസ് ഈക്വൽ ടു G(s) divided by s divided by 1 plus 2/s വരും. സിംപ്ലി നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, G(s) divided by s plus 2 എന്ന് എഴുതിക്കൂടെ. ഇനി ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് G(s)ന്റെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ G(s) divided by s plus 2 ആണ് ടോട്ടൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിച്ചപ്പോ വന്നത്. അതിന് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ പോരെ. ഇപ്പൊ എന്ത് വരും, G(s) divided by s plus 2 is equal to 1/s cube plus 3s square plus 2s. സിംപ്ലി അപ്പൊ നമുക്ക് G(s) എങ്ങനെ എഴുതാം, s plus 2 divided by s into s square plus 3s plus 2 എന്ന് എഴുതാണ്.
വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ജി ഓഫ് എസ് ഈക്വൽ ടു എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എന്താണ് എസ് സ്ക്വയർ പ്ലസ് 3s+2 എന്ന് പറയുന്നത് s+1 ഇൻറ്റു s+2 ഈക്വൽ അല്ലേ? ഡയറക്റ്റ് അത് എഴുതാലോ. s+2 ക്യാൻസൽ ആയി പോവല്ലോ. ബാക്കി എന്താണുള്ളത്? 1/s²+s. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് തന്നിരിക്കുന്നു. എത്ര 2 നോൺ ടച്ചിങ് ലൂപ്പ് കോമ്പിനേഷൻസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഏതെടുക്കാം? ഇത് രണ്ടും എടുക്കാം. 2 നോൺ ടച്ചിങ് ലൂപ്സ് ആണ് അല്ലെ? ഒരെണ്ണായി. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് എന്തെടുക്കാം? ഇതും കൂടി എടുക്കാം. അപ്പൊ സെക്കൻഡ് വൺ ആയി. ഇനി വല്ല 2 നോൺ ടച്ചിങ് ലൂപ്സ് ഉണ്ടോ എന്ന് നോക്കുക. ഒരെണ്ണം കൂടി എഴുതാലോ നമുക്ക്. അതായത് ഇതും കൂടെ നമുക്ക് എഴുതിക്കൂടെ? ഈ ഒരു ലൂപ്പും നോൺ ടച്ചിങ് ആണ്. അപ്പൊ ടോട്ടലി എത്ര ലൂപ്സ് ആണ് നമുക്ക് നോൺ ടച്ചിങ് കോമ്പിനേഷൻസ് വരുന്നത്? 3 ആണ്. ഓപ്ഷൻ ബി ആണ് അപ്പൊ റൈറ്റ് ആൻസർ. ഓക്കെ, now the last question is open loop transfer function നമുക്ക് തന്നിട്ടുണ്ട്. g of s is equal to 1/s² plus 6s plus 9 ആണ് തന്നിട്ടുള്ളത്. ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. h of s ഇവിടെ എന്താണ്? യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്. h of s is equal to 1 ആണ്. അപ്പൊ ഡയറക്ട്ലി നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണുക എങ്ങനെയാ? g of s into h of s divided by 1 plus g of s h of s. ഇവിടുത്തെ h of s equal to 1 ആണ്. സിംപ്ലി നമുക്ക് g of s divided by 1 plus g of s എന്ന് എഴുതി കൂടെ? അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 1 divided by s² plus 6s plus 9 divided by s² plus 6s plus 9 plus 1 divided by s² plus 6s plus 9. സോൾവ് ചെയ്ത് വരുന്നതാണ് കേട്ടോ. സിംപ്ലി നമുക്ക് എന്ത് എഴുതാം? 1 divided by s² plus 6s plus 10 ആണെന്ന് എഴുതി കൂടെ? ഇതാണ് നമ്മുടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ വരുന്നത്. ഇതിന്റെ പോൾസ് കാണുക എങ്ങനെയാ? ഏതാണ് ഇക്വേഷൻ? s² plus 6s plus 10. അതായത് ഡിനോമിനേറ്റർ ഇസ് ഇക്വേറ്റഡ് ടു 0. അപ്പൊ എന്ത് വരും? -6 plus or minus root of 36 minus 4 into 10. 40 divided by 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? -6 plus or minus 2i divided by 2 വരും. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -3 plus or minus i. ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ സി, -3 plus or minus 1j എന്ന് പറയുന്നതാണ് ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ പോൾസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിസ്കസ് ചെയ്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.